നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധം കുരു. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ജലത്തെ തീർത്ഥമാക്കി തരണമേ എന്ന് ഗംഗാ ഭഗവതിയോടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പുഷ്പപത്രത്തെ ആ വാൽക്കണ്ടിയിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുക. വളരെ ലഘുതരമായി നമ്മുടെ മുന്നിലിരിക്കുന്ന ജലത്തെ തീർത്ഥമാക്കി മാറ്റുന്ന ചടങ്ങാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തീർത്ഥം ആവശ്യമായി വരാം. താന്ത്രിക വിധിയിൽ ഇതിന് വിശദമായ കർമ്മങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ആളുകൾ ഇത്രയും വർഷമാക്കി വെച്ചതാണ്. നമുക്ക് തീർത്ഥം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിൽ തീർത്ഥമുണ്ടാക്കി തൂവി നമ്മുടെ വീടിനെയും പരിസരങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കുക. അപ്പൊ അത് പഠിച്ചല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മളൊരു തുളസി പത്രമോ ഒരു പുഷ്പപത്രമോ എടുക്കുക. അമ്മയ്ക്ക് സമർപ്പണം ചെയ്യുവാനുള്ള ഈ ദ്രവ്യങ്ങളിലൊക്കെ ഈ തീർത്ഥം ഒന്ന് തൂവി ശുദ്ധീകരിക്കുക. ശേഷം നമ്മൾ മുൻപേ സൂചിപ്പിച്ച ആന്തരിക ശുദ്ധിയിലേക്കുള്ള ഒരു വഴി അവരവരുടെ വലതു കൈക്കുള്ളിലേക്ക് അല്പം തീർത്ഥമെടുത്ത് സേവിച്ചുകൊള്ളുക. തീർത്ഥം സേവിച്ചതിന് ശേഷം ഒരു പുഷ്പമെടുക്കുക. അവരവരുടെ മുഖത്തിന് പ്രദക്ഷിണ വഴിയായി ഒഴിഞ്ഞ് പിന്നിലേക്ക് ഇട്ടുകൊള്ളുക. പുഷ്പങ്ങൾ സമർപ്പിക്കുമ്പോൾ യാതൊരു കാരണവശാലും പുഷ്പങ്ങൾ എറിയുവാൻ പാടില്ല. ഉപചാര കൈകൾ കൊണ്ട് ഇത്തരത്തിൽ മാത്രമേ സമർപ്പിക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെ എറിയുവാൻ പാടില്ല. പുഷ്പം സമർപ്പിക്കേണ്ട രീതി ഇതാണ്. മന്ത്രം ചൊല്ലിക്കൊണ്ടാകിയ ജിഹ്വയിലൂടെ നാവിലൂടെ ഉച്ചരിക്കുക. അതിനെ ആവാഹിച്ചെടുത്ത് ദേവന്റെ പാതുകം, അതായത് നിലവിളക്കിന്റെ ചൂട് പാതുകത്തിൽ ഇത്തരം ഉപചാരപൂർവ്വം സമർപ്പിക്കുക. ഇങ്ങനെയാണ് പുഷ്പം സമർപ്പിക്കേണ്ടത്. പുഷ്പം എറിയുവാൻ പാടില്ല. അങ്ങനെ നമ്മൾ തീർത്ഥപൂർണ്ണം ചെയ്ത് നമ്മുടെ മുമ്പിലിരുന്ന ആ ദ്രവ്യങ്ങളൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുവാനായി ശുദ്ധി വരുത്തി നടന്ന ആളുകളുടെ എണ്ണുന്നതാണ്. എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ ചൊല്ലണം. കാരണം നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ മന്ത്രശബ്ദങ്ങൾ അന്തരീക്ഷത്തെ മുഖരിതമാകും. അങ്ങനെ അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന ഈ ശബ്ദങ്ങൾ നമ്മളിലേക്ക് ചൊരിയുന്നു. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം. അപ്പൊ മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ, ശ്ലോകങ്ങൾ ചൊല്ലുന്നതിൽ യാതൊരു ബുദ്ധം വിചാരിക്കില്ല. ഒരു നാണക്കേടും ഒരു മാനക്കേടും വിചാരിക്കില്ല. എത്ര ഉച്ചത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയുണ്ടോ അത്രയും ഉച്ചത്തിൽ